ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് എന്തെല്ലാം. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കർക്കിടക മാസത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന പൊടീൻ്റെ കൂട്ടും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണെന്നുള്ളതാണ് കേട്ടോ കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നിലക്കടല, മുതിര, എള്ള്, അവിൽ, അരി, ഉലുവ, ചെറിയ ജീരകം ഒക്കെ ആയിട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കൂടെ അടുപ്പത്ത് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അളവൊന്നും കാണിക്കാത്തതെന്ന് വെച്ചാൽ എത്രത്തോളം നിങ്ങൾക്ക് ക്വാണ്ടിറ്റിയിൽ വേണം അത്രത്തോളം ഓരോന്നിൻ്റെ അളവ് കൂട്ടിയാൽ മതി. അപ്പോൾ എല്ലാം കൂടി നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ മുതിരയൊക്കെ ആവുന്ന ടൈമിൽ നല്ലോണം പൊട്ടുന്ന സൗണ്ട് വരും, മുതിര എള്ളൊക്കെ ആകുമ്പോൾ. അപ്പോൾ ആ സൗണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ചൂട് തണിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഓരോന്നോരോന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഓരോന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഓരോ ലെയറാക്കിയിട്ട് വെച്ച് കൊടുക്കുക. കാരണം കുറച്ചാക്കി ഇട്ട് കൊടുത്താൽ മിക്സിങ്ങിന് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മുടെ പൊടി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കഴിക്കുന്നതിനനുസരിച്ച് ആവശ്യത്തിനുള്ള തേങ്ങയും വെല്ലവും കൂടിയും ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റോടെ കഴിക്കാൻ പറ്റും. ഇപ്പോൾ ഇതാ നമ്മൾ കഴിക്കാൻ പോകുന്ന പൊടി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വെല്ലവും തേങ്ങയും കൂടി ഒന്ന് മിക്സിയിലൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ടെടുത്തിട്ട് ഇനി നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്കും ഒക്കെ ഇത് ഏറ്റവും നല്ലതാട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് ബൈ.